إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികൾ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹുവിൻ്റെ ദാസന്മാർ, ഇബാദുർ റഹ്മാൻ, അവരുടെ വിശേഷണങ്ങൾ സംബന്ധിച്ച് ഒരു മുഅ്മിനും ഒരു മുഅ്മിനത്തും എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കി വന്നത്. والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. അവസാനമായി അവരുടെ വിശേഷണമായി നമ്മൾ മനസ്സിലാക്കിയത് അമിതമായി ധൂർത്ത് കാണിക്കുകയോ പിശുക്ക് കാണിക്കുകയോ ചെയ്യാതെ മിതമായി ചിലവഴിക്കുന്നവരാണവർ എന്നുള്ളതാണ്. അതിന് തൊട്ടു ശേഷമുള്ള വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا والذين لا يدعون مع الله إلها آخر. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പം മറ്റൊരു ആരാധ്യനെയും ആരാധിക്കാത്തവരാണ്. ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവോടൊപ്പം മറ്റൊരു ആരാധ്യനോടും വിളിച്ചു പ്രാർത്ഥിക്കാത്തവരാണ്. ലാ യദ്ഊൻ, അവർ പ്രാർത്ഥിക്കുകയില്ല. മഅല്ലാഹ്, അല്ലാഹുവോടൊപ്പം. ഇലാഹൻ ആഖർ, മറ്റൊരു ആരാധ്യനെയും. ولا يقتلون النفس التي حرم الله إلا بالحق, അതുപോലെ തന്നെ അല്ലാഹു ജീവൻ നൽകിയ ഒരു മനുഷ്യന്റെയും ഒരാളുടെയും ജീവൻ ഹനിക്കാത്തവരാണ്, കൊലപാതകം ചെയ്യാത്തവരാണ്. നമുക്കറിയാം, അങ്ങേയറ്റം വലിയ പാപങ്ങളിൽ പെടുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതും ഖത്ലുൻ നഫ്സ് അതുപോലെ തന്നെ കൊലപാതകം ചെയ്യുക എന്നുള്ളതും.
മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയുമില്ല, അവർ വ്യഭിചാരം പ്രവർത്തിക്കാത്തവരാണ്. വമൻ യഫ്അൽ ദാലിക്, ആരെങ്കിലും അപ്രകാരം ചെയ്യുന്ന പക്ഷം, ആ പാപങ്ങൾ ചെയ്യുന്ന പക്ഷം യൽഖ അഥാമ, അത്യധികം വേദനാജനകമായ കഠിനമായ ശിക്ഷയായിരിക്കും അവനെ കാത്തിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ടും തീർന്നില്ല, യുദാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമഹ വയഖ്ലുദ് ഫീഹി മുഹാന, അന്ത്യദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിക്ഷ ഇരട്ടിയാക്കുകയും അവൻ കത്തിജ്വലിക്കുന്ന നരകത്തിൽ, ആ നരകത്തിലെ നിത്യവാസിയായി തീരുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് താക്കീത് നൽകുന്നു. ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് എന്താണ്? ഖീല യാ റസൂലല്ലാഹ് അയ്യു ദംബി അഅ്ദം, അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും വലിയ പാപം ഏതാണ്? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ചത് നിന്റെ റബ്ബാണെന്നിരിക്കെ ആ റബ്ബിന് നീ സമന്മാരെ ഉണ്ടാക്കുകയും പങ്കുകാരെ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഗുരുതരമായ പാപമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖീല യാ റസൂലല്ലാഹ് സുമ്മ ഐ, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു, അല്ലാഹുവിന്റെ റസൂലേ, പിന്നെ ഏത് പാപമാണ് ഏറ്റവും ഗൗരവമുള്ള പാപം? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തഖ്തുല വലദക ഖശ്യത അൻ യഅകുല മഅക, നിന്നോടൊപ്പം ഭക്ഷിക്കുമെന്നും നിന്റെ സമ്പാദ്യത്തിൽ നിന്നൊരു വിഹിതം നിന്റെ മക്കൾക്ക് നൽകേണ്ടി വരുമെന്നും കരുതി മക്കളെ കൊന്നൊടുക്കുന്നതാണ് പിന്നെ വരുന്ന ഏറ്റവും വലിയ പാപമെന്ന്. അല്ലേ, ചെറിയ വൈകല്യങ്ങളോ അതല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ന്യൂനതകളോ ഉണ്ട് എന്ന് ഡോക്ടർമാർ പറയുമ്പോഴേക്ക് ആ കുഞ്ഞിനെ ഗർഭത്തിൽ വെച്ച് പോലും കൊല്ലുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിന്നോടൊപ്പം ഇരുന്ന് ഭക്ഷിക്കുമെന്ന്, നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരൽപ്പം ആ കുഞ്ഞിന് ചിലവഴിക്കേണ്ടി വരുമെന്ന് ഭയന്ന് ആ കുഞ്ഞിനെ നീ കൊല്ലുന്നുവെങ്കിൽ ആ കൊല്ലലാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പാപമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായി അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു, സുമ്മ ഐ, അള്ളാഹുവിന്റെ റസൂലെ, പിന്നെ ഏറ്റവും കഠിനമായ ഗുരുതരമായ പാപമേതാണ്? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തുസാനിയ ബിഹലീലതി ജാരിക്, തന്റെ അയൽപക്കത്തുള്ള സ്ത്രീയുമായി, തന്റെ അയൽപ്പക്കക്കാർ ഏറ്റവും വിശ്വസിക്കുന്ന ഒരു വിശ്വസ്തനായ മനുഷ്യൻ അവരെ വഞ്ചിച്ചുകൊണ്ട് അയൽപ്പക്കത്തുള്ള സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും വ്യഭിചരിക്കുകയും ചെയ്യുന്നതാണ് പിന്നെ ഏറ്റവും ഗുരുതരമായ പാപമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീ നൽകിയ ഏറ്റവും സുപ്രധാനമായ കാര്യം എന്തെന്നറിയുമോ? വലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ മുഴുവൻ അമ്പിയാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീ നൽകിയിരിക്കുന്നതായ കാര്യമാണ് ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. അല്ലാഹുവിൽ നിങ്ങൾ പങ്കു ചേർക്കുന്ന പക്ഷം, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുകയും ശിർക്ക് ചെയ്യുകയും ചെയ്യുന്ന പക്ഷം ലയഹ്ബതന്ന അമലുക, നിന്റെ കർമ്മങ്ങളെല്ലാം തന്നെ നിഷ്ഫലമായി തീരുമെന്നുള്ളതാണ്. ആലോചിച്ചു നോക്ക്, ധാരാളം അല്ലാഹുവിന് വേണ്ടി നമസ്കരിച്ച് നോമ്പെടുത്ത് അമലുസ്സാലിഹാത്തുകളൊക്കെ ചെയ്ത് ഒരു മനുഷ്യൻ പരലോകത്ത് വരുമ്പോ നിന്റെ അമലുകളിൽ ഒന്നും ഇവിടെ ബാക്കിയില്ല. ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, കാറ്റിൽ പാറിപ്പറക്കുന്ന ധൂളികൾ പോലെ ആ കർമ്മങ്ങളെ നാം നിഷ്ഫലമാക്കി തീർത്തിരിക്കുന്നുവെന്ന് അവനോട് പറയപ്പെടുന്ന ദിവസത്തെ കുറിച്ച് ആലോചിച്ചു നോക്ക്. എന്താണ് കാരണം? അവൻ അല്ലാഹുവിൽ പങ്കു ചേർത്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് ഊഹിയ ഇലൈക, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്ക് വഹീ നൽകപ്പെട്ടിരിക്കുന്നു.
വഇലല്ലദീന മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്കും വഹി നൽകപ്പെട്ടിരിക്കുന്നു. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന പക്ഷം നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി തീരുമെന്ന്. ദുആ അല്ലാഹുവിനോട് മാത്രമേ ചെയ്യാവൂ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ എൻ്റെ ആരാധനകളും എൻ്റെ സഹായതേട്ടവും നിന്നോട് മാത്രമാണ് എന്ന് ഓരോ ദിവസവും നമസ്കാരത്തിലുടനീളം 17 പ്രാവശ്യം നിർബന്ധമായും പറയുന്നവനാണ് ഒരു മുസ്ലിം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൽ ഒരാളെയും നമ്മൾ പങ്കു ചേർക്കാൻ പാടില്ല. ഏറ്റവും ഗുരുതരമായ 3 പാപങ്ങൾ വെടിയുന്നവരാണ് സത്യവിശ്വാസികൾ എന്നാണ് ഇബാദുർ റഹ്മാനിന്റെ വസ്ഫായി വിശുദ്ധ ഖുർആൻ പറയുന്നത്. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവോടൊപ്പം മറ്റൊരാരാധ്യനോടും വിളിച്ചു പ്രാർത്ഥിക്കാത്തവർ. പിന്നീട് പറയുന്നത് വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു നിഷിദ്ധമാക്കിയ ഒരു ജീവൻ ഹനിക്കാത്തവർ. അതുപോലെ തന്നെ വലാ യസ്നൂൻ, വ്യഭിചരിക്കുകയും ചെയ്യാത്തവർ. ഇത്തരം ഗുരുതരമായ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد أيها الإخوة أوصيكم بتقوى الله. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഏറ്റവും വലിയ ഹഖ് എന്ന് പറയുന്നത് ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ, അല്ലാഹുവിനെ മാത്രമായി ആരാധിക്കുകയും അവനിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള മുവഹ്ഹിദീങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا. اللهم اجمع كلمتهم ووحد صفوفهم وسدد رميهم واشف مرضاهم وداوي جرحاهم وأطعم جائعهم وتقبل شهداءهم برحمتك يا أرحم الراحمين. اللهم عليك باليهود الظالمين، اللهم خذهم أخذ عزيز مقتدر. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين يا قوي يا متين. وأخلص